അമേരിക്കയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധത്തിൽ വീണ്ടും ഒരു അപ്രതീക്ഷിത നയതന്ത്ര നീക്കം രൂപപ്പെട്ടുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഏറെക്കാലമായി കടുത്ത സംഘർഷവും പരസ്പര ഭീഷണികളും നിറഞ്ഞിരുന്ന ഈ ബന്ധം വീണ്ടും സംഭാഷണത്തിന്റെ വഴിയിലേക്ക് തിരിയുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഉയരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ താൽപര്യമുണ്ടെന്ന് ദക്ഷിണ കൊറിയൻ പ്രധാനമന്ത്രി കിം ഇൻ സിയോക് അറിയിച്ചു. അമേരിക്കയിൽ ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് കിം ഇൻ സിയോക് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. ട്രംപ് പറഞ്ഞതുപോലെ കിം ജോങ് ഉന്നുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് നല്ലതായിരിക്കുമെന്നും അതുടൻ തന്നെയോ അല്ലെങ്കിൽ ചൈനയിലേക്കുള്ള അടുത്ത സന്ദർശന വേളയിലോ നടക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അത്തരമൊരു കൂടിക്കാഴ്ച നടന്നാൽ അത് ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവാകുമെന്നാണ് വിലയിരുത്തൽ. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതി അവസാനിപ്പിക്കാൻ അമേരിക്ക പതിറ്റാണ്ടുകളായി ശ്രമിച്ചു വരുന്നുണ്ടെങ്കിലും ഉച്ചകോടികൾ, സാമ്പത്തിക ഉപരോധങ്ങൾ, നയതന്ത്ര സമ്മർദ്ദങ്ങൾ തുടങ്ങിയ നടപടികൾക്ക് ഇതുവരെ വ്യക്തമായ ഫലമൊന്നും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും അടുത്ത മാസങ്ങളിൽ അമേരിക്ക വീണ്ടും ഉത്തര കൊറിയയുടെ ഉന്നതതല ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിനിടെ ലോകരാഷ്ട്രീയത്തിൽ മറ്റൊരു ശ്രദ്ധേയമായ നീക്കവും ഉത്തര കൊറിയയിൽ നിന്നുണ്ടായി. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തിയ ആക്രമണത്തെ ഉത്തര കൊറിയ നിയമവിരുദ്ധമായ ആക്രമണമെന്ന് തുറന്നു പറഞ്ഞ് അപലപിച്ചു. അതേസമയം റഷ്യയുമായുള്ള സൈനിക സഹകരണം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഉത്തര കൊറിയ സ്വന്തം ആണവ പദ്ധതി അംഗീകരിച്ചാൽ മാത്രമേ അമേരിക്കയുമായി യഥാർത്ഥ സംഭാഷണം മുന്നോട്ടു പോകാനാകൂ എന്ന നിലപാടും ആവർത്തിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ട്രംപും കിം ജോങ് ഉന്നും തമ്മിലുള്ള സാധ്യതയുള്ള പുതിയ കൂടിക്കാഴ്ച അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ശ്രദ്ധ നേടുകയാണ്. മുൻപ് നടന്ന ഉച്ചകോടികൾ പോലെ തന്നെ ഈ കൂടിക്കാഴ്ചയും ലോക സുരക്ഷാ ചർച്ചകളിൽ വലിയ സ്വാധീനം ചെലുത്തുമോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്.